ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അയ്യപ്പന് സമർപ്പിക്കപ്പെട്ടത്. അതിലൊരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അതിൽ വീഴ്ച സംഭവിച്ചു എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ കോടതി നിർദ്ദേശിച്ച ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം മാത്രം മതി എന്ന നിലപാട് സർക്കാരിനുണ്ടോ? അങ്ങനെയല്ലെങ്കിൽ സമഗ്രമായ അന്വേഷണം പ്രഖ്യാപനം വൈകുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം പറ. കോടതി നിശ്ചയിച്ച വിജിലൻസ് കമ്മീഷണർ എന്ന രൂപത്തിൽ ഒരു അന്വേഷണം നടക്കുന്നില്ല. ഇവിടെ കോടതി കൃത്യമായിട്ട് ഒരു സീനിയർ ജഡ്ജിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകമായി തിരുവാഭരണ രജിസ്റ്ററിലുള്ള പറഞ്ഞിരിക്കുന്ന ഓരോ വസ്തുവകകളും സ്റ്റോർ റൂമിലുണ്ടോ എന്നത് കൃത്യമായിട്ട് പരിശോധിക്കുവാനും അതുപോലെ തന്നെ സ്റ്റോർ റൂമിലുള്ള വസ്തുവകകൾ കൃത്യമായി പരിശോധിച്ച് ഇൻവെന്ററി തയ്യാറാക്കി ഹൈക്കോടതിയെ അറിയിക്കാനും വേണ്ടിയിട്ടാണ്. വിജിലൻസ് അന്വേഷണം ഇല്ല എന്നാണ് അങ്ങ് പറഞ്ഞത്. അങ്ങേക്ക് ആ വിവരം എവിടെ നിന്നാണ് കിട്ടിയത് എന്നും അതിന്റെ ആ വിശദാംശങ്ങളും എനിക്ക് അറിഞ്ഞാൽ താല്പര്യമുണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നു. ഞാൻ വിജിലൻസ് അന്വേഷണം ഇല്ല എന്നല്ല പറഞ്ഞത്. ഈ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി മാത്രം ഫോം ചെയ്ത വിജിലൻസ് അല്ല തിരുവിതാംകൂറിന്റെ വിജിലൻസ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. വിജിലൻസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസ് കൃത്യമായി നിയമപ്രകാരമായി തന്നെ പ്രവർത്തിക്കുന്നതാണ്. വർഷങ്ങളായി പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്നതാണ്. ദേവസ്വം ബോർഡ് ആക്ട് പ്രകാരം ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വിജിലൻസിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും സബോർഡിനേറ്റ് ഓഫീസേഴ്സും എല്ലാം പ്രവർത്തിക്കുന്നത് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്നതാണ്. ഈ ഒരു ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. കേരള പോലീസ് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. പോലീസിനോട് ഒരു കാര്യത്തിൽ പ്രത്യേക അന്വേഷണം നടത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ കേരള പോലീസ് കോടതി ഉത്തരവിട്ടപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം അല്ല എന്നാണോ എന്റെ മറുപടി? ഇതൊരു നടക്ക് പോണ മാതിരില്ല. അല്ല, പോലീസ് അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസിനോട് ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ദേവസ്വം വിജിലൻസ് അങ്ങനെ കോടതി ഉത്തരവ് പ്രകാരം പ്രവർത്തിക്കുന്ന സംവിധാനമല്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതല്ല ഉദ്ദേശം, കോടതി ഉത്തരവാരം പ്രവർത്തിക്കുന്ന സംവിധാനമല്ല വിജിലൻസ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണ്. ഏതെങ്കിലും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പർപ്പസ് അന്വേഷിക്കാൻ വേണ്ടി മാത്രം ഫോം ചെയ്ത ഒരു സംവിധാനമല്ല ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് എന്നതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഈ വിഷയം ചർച്ച ചെയ്യാനോ ഈ വിഷയം അന്വേഷിക്കാനല്ല ദേവസ്വത്തിന്റെ വിജിലൻസ്. ദേവസ്വത്തിനെ നോക്കാൻ വേണ്ടിയുള്ള ദേവസ്വത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു സംവിധാനമായി നിലനിൽക്കുന്നു. പക്ഷെ ആ വിജിലൻസിനോട് കോടതി ഈ കാര്യം പ്രത്യേകമായി അന്വേഷിക്കാൻ ഒരു ഉത്തരവിട്ടു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിൽ ഞാനും അങ്ങും പറയുന്നതിൽ എന്താണ് അങ്ങേക്ക് എതിർത്ത് പറയാനുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നേ പറഞ്ഞുള്ളൂ. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഒന്നും എതിർത്തു പറഞ്ഞില്ല. ഞാൻ എതിർക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണെന്നുള്ള താങ്കളുടെ ബോധ്യമാണ് തെറ്റ്. ഞാൻ പറഞ്ഞത് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. ഏതെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് പ്രവർത്തിക്കുന്നത്. അത് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ്, സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമാണ്. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ആ സ്റ്റാറ്റ്യൂട്ടറി സംവിധാനം തന്നെയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിനിടയിലാണ് താങ്കൾ ഇടപെട്ട് വീണ്ടും ഉപചോദ്യം ചോദിച്ചു വന്നത്. ആ തിരുവാഭരണ രജിസ്റ്ററിൽ ഉള്ള വസ്തുവകകൾ സ്ട്രോങ് റൂമിൽ ഉള്ളതെല്ലാം പരിശോധിച്ച് കൃത്യമായി ഇൻവെന്ററി തയ്യാറാക്കി കോടതിയെ അറിയിക്കാൻ പറഞ്ഞിരിക്കുന്നു. ആ സംവിധാനം നടക്കുന്നു. ഏതെങ്കിലും തരത്തിൽ മിസ്പ്ലേസ്മെന്റ് ഉണ്ടോ, ഏതെങ്കിലും ഒരു ഐറ്റം ആർട്ടിക്കൽ കുറവുണ്ടോ, അത് കൃത്യമായി ഈ റിപ്പോർട്ട് വരുമ്പോൾ മനസ്സിലാകും. ഭയങ്കരം തന്നെ. ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ള ചെറിയ അനോമലീസ് അടക്കം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഈ വിജിലൻസ് ഓഫീസർ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലുമാണ് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോ ദേവസ്വം ബോർഡിന്റെ മാനുവൽ നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കില്ല. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശങ്ങൾ എന്താണ് എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കില്ല. എന്റെ കൂടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കില്ല. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി, ഈ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ വിജിലൻസ് ഉദ്യോഗസ്ഥർ ഹാജരായിരുന്നു എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കില്ല. ഈ ഉത്തരവാദിത്വമൊക്കെ പക്ഷെ കുറച്ച് ആളുകൾക്കുണ്ടായിരുന്നു. എവിടെ പോണു? ശമ്പളം, ആനുകൂല്യം, വാഹനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ചെയ്യുന്ന പണി എന്താണോ അതിന് കൂലി വാങ്ങുന്ന ആളുകൾ, അവരാരും അത് ചെയ്തില്ലെങ്കിൽ അതിന് ആര് ഉത്തരവാദിത്വം പറയും? അവരോട് ആര് ചോദിക്കും?
ഞാൻ അതിലേക്ക് വരാം, വെക്കട്ടെ. ഇവിടെ 3-4 പേർ പറഞ്ഞല്ലോ, വായി കിട്ടിയതെല്ലാം അങ്ങ് അടിച്ചല്ലോ, ദേവസ്വം ബോർഡ് വലിയ പ്രശ്നമാണ് എന്നെല്ലാം പറഞ്ഞ് ശബരിമലയിലേക്ക് ഒരു ഭക്തരും പോകരുതെന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ, ക്ഷമ വേണം ഇച്ചിരി. ഇവനെന്ത് വിവരക്കേടാ ചോദിക്കണേ? നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ചെമ്പുപാളിയാണ് സ്വർണം പൂശാൻ കൊണ്ടുപോയത് എന്ന് രജിസ്റ്ററിൽ ഉൾപ്പെട്ട കാര്യവും അത് കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. അതുപോലെ തന്നെ മാനുവലിന് വിരുദ്ധമായി അത് പുറത്തേക്ക് കൊണ്ടുപോയ കാര്യവും 29 ദിവസം കൈവശം വെച്ച കാര്യവും അവിടെ തൂക്കത്തിൽ, ചെമ്പിന്റെ തൂക്കത്തിൽ ഉണ്ടായിട്ടുള്ള കുറവും തിരിച്ചു കൊണ്ടുവന്നപ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ വീണ്ടും അതിന്റെ തൂക്കം നോക്കിയിട്ടില്ലെന്നുള്ള കാര്യവും ഒരു പുതിയ കണ്ടുപിടുത്തമായിട്ടാണ് ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി അവതരിപ്പിക്കുന്നത്. 3-4 ദിവസമായി ഞങ്ങൾ തന്നെ അത് സൂചിപ്പിച്ചതാണ്. ഇതാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ദേവസ്വം കമ്മീഷണറും വിജിലൻസും എല്ലാം ഇൻവെസ്റ്റിഗേഷൻ നടത്തി കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഈ വസ്തുതയാണ്. അതിന്റെ റിപ്പോർട്ട് വരട്ടെ. ഒരാളെ പോലും സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിക്കില്ല, ശരിയുടെ നിലപാട് മാത്രമേ സ്വീകരിക്കൂ. അങ്ങ് ചോദിച്ചു എന്തുകൊണ്ട് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല? ഇവിടെ ഇന്ന് ദേവസ്വം ബോർഡ് എന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഹൈക്കോടതിയോട് തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനും അന്വേഷണം നടത്താനുള്ള അനുവാദം ചോദിക്കുക. കാരണം ഈ അന്വേഷണം എല്ലാം ഇപ്പൊ നടക്കുന്നത് ഹൈക്കോടതിയുടെ സർവൈലൻസിലാണ്. ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഹൈക്കോടതിയുടെ ഒരു റിട്ടയർഡ് ജഡ്ജിയെ തന്നെ ഇത് പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കാൻ കേരളത്തിന്റെ നിയമ സംവിധാനത്തിന് അധികാരമില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. മറ്റൊരു കാര്യം, ഇപ്പോ അല്ലല്ല, ഹൈക്കോടതി ഈ പറയുന്ന ജഡ്ജിയെ ചുമതലപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനല്ല. അങ്ങത് ആവർത്തിച്ചു പറയുന്നു. അത് അവിടെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ കണക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് അന്വേഷണത്തിനാണെന്ന് പറയുന്നത്? നല്ല ചോദ്യം. അടുത്ത ചോദ്യം പറയാം. അല്ല, ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ, വാചകം വായിച്ച് തന്നെ സൂചിപ്പിച്ചല്ലോ, അന്വേഷണം നടത്തുന്നത് ദേവസ്വം വിജിലൻസ് തന്നെയാണ്. ആ 8ാമത്തെ പാരഗ്രാഫ് ഉണ്ടല്ലോ, അന്വേഷണം നടത്താൻ ജഡ്ജിയെ ചുമതലപ്പെടുത്തിയതിനാൽ അതിന് മുകളിൽ അന്വേഷണം പറ്റില്ല എന്ന്. ഏത് അന്വേഷണത്തിനാണ് ഈ ജസ്റ്റിസ് കെ ടി ശങ്കരനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ഏത് അന്വേഷണത്തിനാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ? ഞാൻ പറയാം, താങ്കൾ ക്ഷമ കാണിക്കൂ. ഇതിന്റെ 8ാമത്തെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞേക്കണേ? So far as ongoing, ഒറ്റ മിനിറ്റ് കേൾക്കൂ. ഇതെന്തിനാ ഇത്ര അക്ഷമ കാണിക്കണത്? എന്തിനാണ്? ഒരു മര്യാദ കാണിക്കേ. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. So far as the ongoing preliminary inquiry as ordered by us is concerned, the chief vigilance and security officer (bracket superintendent of police) shall proceed diligently and expeditiously. ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാൻ വിളിച്ച ആളെ മണിക്കൂറുകളുടെ ചോദ്യം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നതാണ്. ഇല്ല, ഇമാതിരി കള്ളം പറഞ്ഞു പോകാൻ പറ്റില്ല. അങ്ങ് ആദ്യം പറഞ്ഞു ജഡ്ജിയെ അന്വേഷിക്കുന്നുണ്ട്, അതിന് പുറത്ത് അന്വേഷണം പറ്റില്ല എന്ന്. ഞാൻ അങ്ങയോട് ചോദിച്ചു ജഡ്ജി എന്താണ് അന്വേഷിക്കുന്നത്? അപ്പൊ അങ്ങ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ഉത്തരവ് വായിച്ചു കേൾപ്പിക്കാം. ഇവിടുത്തെ പൊട്ടന്മാര് കുത്തിയിരിക്കുന്നുണ്ടോ? അത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. നിങ്ങൾ ഈ രണ്ട് സൈഡും കൂട്ടിക്കലർത്തി ഒരു പ്രത്യേക രൂപത്തിൽ പറയുന്ന ആ രീതിയാണ്. ഒരു മിനിറ്റ് താങ്കൾ കേൾക്ക്. ഇവിടെ ഈ ഇൻവെന്ററി പരിശോധിച്ച്, തിരുവാഭരണ രജിസ്റ്റർ പരിശോധിച്ച്, ആ രജിസ്റ്ററിൽ പെട്ട മുഴുവൻ ഉരുപ്പടികളും ഇതിന്റെ സ്റ്റോർ റൂമിൽ ഉണ്ട് എന്ന് വന്നാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ പറയുന്ന ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ആരപാലക ശില്പത്തിൽ പൂശിയിരിക്കുന്ന സ്വർണ്ണമടക്കമുള്ള ആ ഇൻവെന്ററിയിലുള്ള അല്ലെങ്കിൽ രജിസ്റ്ററിലുള്ള മുഴുവൻ കാര്യങ്ങളും അവിടത്തെ സ്റ്റോർ റൂമിൽ നിന്ന് കണ്ടെത്തിയാൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളെല്ലാം പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. 17-ാം തീയതി പുനഃസ്ഥാപിക്കാൻ പോകുന്ന പാളി ഏതാണ്? ഈ പറയുന്ന പാളി സ്ട്രോങ് റൂമിൽ ഉണ്ടെങ്കിൽ 17-ാം തീയതി പുനഃസ്ഥാപിക്കാൻ പോകുന്ന പാളി ഏതാണ്? 2 പാളി ഉണ്ടോ? ഇത് പരിശോധിക്കട്ടെ. ഇതിവിടെ വാതിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 വാതിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. ഇവിടെ ശ്രീകോവിന്റെ വാതിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 വാതിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടല്ലോ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? കാരണം വിജയ് മല്യ സ്വർണം പൂച്ചി തന്ന വാതിൽ, അതുകൂടാതെ എക്സ്ട്രാ ആയി മറ്റൊരു വാതിൽ കൂടിയാണ് ഇപ്പോൾ ജയറാം അടക്കം വീടുകളിൽ കൊണ്ടുപോയി പൂജിച്ചു കൊണ്ടുവന്നതായി 2 ദിവസം മുമ്പ് വന്ന റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു.
അതും ഇല്ലാതായി. 99 മല്യ സ്വർണം പതിച്ചു നൽകിയ ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ അടക്കമുള്ളവ ഇളക്കി കൊടുക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമുള്ള ചെയ്യുന്നത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പോൾ അവിടെ ഈ പറയുന്ന കൃഷ്ണശിലയിലുള്ള ദ്വാരപാലക ശില്പം മാത്രമാണ് അവശേഷിക്കുന്നത്. അത് തിരികെ കൊണ്ടുവന്ന് സ്വർണം പതിപ്പിച്ച സ്വർണം പൂശിയത് വീണ്ടും അവിടെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. പിന്നെ മാത്രമല്ല ഈ 2025 അവിടെ നിന്ന് അത് വീണ്ടും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് ആ സമയത്ത് ഈ പറയുന്ന ദേവസ്വം കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. കൃഷ്ണൻ പോറ്റി അല്ല കൊണ്ടുപോകുന്നത്. അവിടെ 2 പാളികൾ ഉണ്ട് എന്നുള്ള കാര്യം അങ്ങേക്ക് എവിടെ നിന്നെങ്കിലും ഔദ്യോഗികമായി കിട്ടിയതാണോ അതോ എത്ര പാളിയുണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നില്ല. ദേവസ്വം ബോർഡിന് അറിയില്ലേ? നീ അറിഞ്ഞാ ഞാൻ പിന്നെ അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസം ഈ വിവാദം ഉണ്ടായപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഈ ഉദ്യോഗസ്ഥർക്കോ മെമ്പർക്കോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ഒക്കെ അയ്യോ 2 പാളി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ തീർന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. സ്ട്രോങ് റൂമിലുണ്ടെങ്കിൽ സ്ട്രോങ് റൂം പരിശോധന നടത്തി. പീഠവുമായി ബന്ധപ്പെട്ട് സ്ട്രോങ് റൂം പരിശോധന നടത്തി. ദേവസ്വത്തിന്റെ വിജിലൻസ് കണ്ടില്ല ഈ പാളിയൊന്നും സ്ട്രോങ് റൂമിൽ ഇരിക്കുന്നത്. ഇനിയിപ്പോ രാത്രി ആരെങ്കിലും കൊണ്ടുവെക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ സ്ട്രോങ് റൂമിൽ നിലവിലില്ല എന്നുള്ളതാണ് വിജിലൻസ് ഈ പീഠം, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞൊരു കഥയുണ്ടല്ലോ, ഞാൻ പീഠം കൊടുത്തു എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് സ്ട്രോങ് റൂം പരിശോധന നടത്തി. ഇതൊക്കെ മനുഷ്യർക്കറിയാം. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.